ഹലോ എവ്രി വൺ, ഇന്ന് നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പഞ്ഞി പോലെയുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് പഞ്ഞി പോലെ ആകാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് 2 കിലോ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം 1/2 കിലോയുടെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബീറ്ററോ ഓവനോ ഉപയോഗിക്കാതെയുള്ള കേക്കാണ്. അതുകൊണ്ട് 1/2 കിലോയുടെ 4 കേക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ സ്വീറ്റ്നെസ്സും ഒക്കെ കറക്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മധുരമില്ലാത്ത കൊക്കോ പൗഡർ 1 കപ്പ് 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. കൊക്കോ പൗഡർ ഡയറക്റ്റ് ആയിട്ടും ചേർക്കാം, എന്നാൽ ഇങ്ങനെ ചേർക്കുമ്പം ഒരു നല്ല കളർ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ചേർക്കുന്നത്. 4 കപ്പ് മൈദയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പം 1 കപ്പ് കൊക്കോ പൗഡർ 2 കപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തണുത്ത് വരണം. പെട്ടെന്ന് തണുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടുന്നതാണ്. കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുന്നേ കേക്ക് ടീൻ റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് നെയ്യ് ഒന്ന് പുരട്ടുക കേക്ക് ടീനിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ വെള്ള പേപ്പറിൽ ഇച്ചിരി ബട്ടറോ നെയ്യോ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാവുന്നതാണ്. നമ്മളിത് കടായിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 2 കിലോ കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടി 4 കപ്പ് മൈദ പൗഡർ, അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞു വെക്കണം. 4 കപ്പ് മൈദയ്ക്ക് 4 കപ്പ് ഷുഗർ പൗഡർ തന്നെയാണ് വേണ്ടിയത്. നമ്മൾ 3 കപ്പ് ഷുഗർ പൗഡർ ചെയ്താൽ 4 കപ്പ് ഷുഗർ പൗഡർ കിട്ടുന്നതാണ്. അപ്പോൾ അത് മിക്സിക്കകത്താണ് നമ്മൾ പൗഡർ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ശകലം ജാതിക്കയും കൂടെ ചേർത്തിട്ടാണ് ഒരു ഫ്ലേവറിന് വേണ്ടി പൗഡർ ചെയ്തിരിക്കുന്നത്. ഇനി 200 ഗ്രാം ബട്ടർ അതേ ഷുഗർ പൗഡറിനകത്ത് അതേ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് കറക്കിക്കൊണ്ട് വരണം. പിന്നെ ചേർക്കേണ്ടത് 4 മുട്ടയുടെ ഉണ്ണിയാണ്. മുട്ട ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം ചേർത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് ആ മിക്സിയിൽ തന്നെ നന്നായിട്ട് കറക്കിക്കൊണ്ട് വരണം. പൾസ് മോഡിലാണ് ഇത് കറക്കേണ്ടത്. അഥവാ നമ്മുടെ ബാറ്ററി തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണ്ട കൺസിസ്റ്റൻസിയിലാക്കുക. നല്ലതായിട്ട് ലൂസായിട്ടിരിക്കണം. പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുട്ടയുടെ വെള്ളയുണ്ട്, പിന്നെ 2 കപ്പ് നല്ല കട്ട തൈര് വേണം, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ്. തൈരാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. തൈര്, ഈ കട്ട തൈര് പുളിയില്ലാത്തത് ചേർക്കുമ്പോഴത്തേക്കിന് ഒരു നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേക്കിന്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചർ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ, തൈര്, ചോക്ലേറ്റ് സിറപ്പ് ഇത്രയും ചേർത്ത് മാറി മാറി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കല്ല, പല ബാച്ചസ് ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒരുമിച്ച് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ശരിയാകത്തില്ല. എന്താണ് എന്ന് എക്സാക്റ്റ് ചോദിച്ചാൽ അറിയില്ല, എന്നാലും പല ബാച്ചസ് ആയിട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വിഗറസ് ആയിട്ടൊന്നും മിക്സ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കാൻ ബാക്കിയാണ്. അത് ആ മിക്സിയിൽ തന്നെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് പൾസ് മോഡിൽ അടിച്ച് പതപ്പിച്ച് അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയ കടായി എടുക്കുക. അതിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. സ്റ്റാൻഡ് ആയാലും മതി, അതാണ് ബെറ്റർ. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ കടായിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് വലിയ കേക്ക് ടീൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ കേക്കുകളാണ്. 1/2 കിലോയുടെ കേക്കാണ് കടായിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ്. അപ്പം 1/2 മണിക്കൂർ കഴിയുമ്പം നമ്മുടെ ഒരു ടൂത്ത് പിക്കോ ഒരു
ക്യൂവറോ ഇട്ടിട്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്ത് ഡീമോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് അത് ഡിറ്റാച്ച് ചെയ്ത് പോരുന്നതാണ്. കണ്ടോ? നല്ല സോഫ്റ്റ് കേക്ക് ആയിരിക്കും. തൈര് ചേർക്കുന്നതുകൊണ്ടാണ് അത് ഇത്ര സോഫ്റ്റ് ആകുന്നത്. കണ്ടോ എത്ര നല്ല കേക്കാണ് നോക്കിക്കുക. ടെക്സ്ചറൊക്കെ നോക്കിക്കുക, വളരെ നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ കേക്ക് ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ഈസി സ്നാക്സ് റെസിപ്പീസും കേരള ഒതൻറ്റിക് റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇതുപോലെയുള്ള നല്ല വീഡിയോവുമായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.